ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദയെ ദൈവം രക്ഷിച്ച് നന്ദ ഇങ്ങനെ എല്ലാം നല്ല ഭംഗിയായി നടത്തി വീട്ടിൽ വന്നു. അതിനുശേഷം പവിത്രയുടെ ആ ഒരു കുബുദ്ധി കാരണം അല്ലെങ്കിൽ ഇടപെടൽ കാരണം നന്ദയ്ക്ക് ആ ഒരു വലിയ ചതിയിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ ആയിട്ട് സാധിച്ചു. പക്ഷെ അവിടെയും നന്ദ വിജയിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പിങ്കി എന്ന് പറയുന്ന മര്യാദ കെട്ട വ്യക്തി വീണ്ടും നന്ദയ്ക്ക് പാരയായിട്ട് ഓരോന്നും ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ നന്ദയുടെ കഷ്ടകാലത്തിന് നന്ദയാണെങ്കിൽ ഒരു വഴി വരെ പോവുകയും ചെയ്തു. നന്ദയാണെങ്കിൽ അത് ഗൗതത്തിനോട് പറയുകയും ചെയ്തില്ല. അപ്പോൾ കിട്ടിയ അവസരമല്ലേ, അത് മാക്സിമം അങ്ങ് മുതലാക്കിയേക്കാം എന്ന് പിങ്കി അങ്ങ് വിചാരിക്കുകയാണ്. അങ്ങനെ പിങ്കി കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ ഗൗതത്തെ കാണാനായിട്ട് പോയി. അപ്പൊ ഗൗതത്തെ കാണാൻ ചെന്നു. ഗൗതവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിങ്കി ഗൗതത്തിനോട് പറയാം. എന്താ ഭാര്യ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാറില്ലേ ഗൗതം എന്ന് ചോദിച്ചു. എപ്പോഴും തന്റെ നന്ദ എന്നും പറഞ്ഞ് നന്ദയ്ക്ക് വേണ്ടിയിട്ട് ഏതു നേരവും വാദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ ഗൗതം. ആ ഗൗതത്തിനോട് എന്തെങ്കിലും മര്യാദ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നന്ദ കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഗൗതത്തിനെ പറ്റിച്ച് അല്ലെങ്കിൽ ഗൗതത്തിനോട് പറയാതെ കണ്ടടം നിറങ്ങി നടക്കുന്നത് ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് ചേരുന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗതത്തിനെ മാനസികമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വളരെ അപമര്യാദയായിട്ട് പെരുമാറി കഴിയുമ്പോൾ ഗൗതത്തിന് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഗൗതത്തിന് അത് ശരിക്കും കൊള്ളുമെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം ആശാത്തിക്ക്. അപ്പോൾ കിട്ടിയ അവസരമല്ലേ, അത് മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിൽ സംസാരിക്കാനാണ് പുള്ളിക്കാരി നോക്കുന്നത്. അങ്ങനെ ആ ഒരു ചിന്താഗതിയുമായിട്ട് ഗൗതത്തിനോട് പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും അങ്ങനെ എല്ലാം പറഞ്ഞ് ഗൗതത്തെ മാനസികമായിട്ട് തളർത്തുന്നു. അതുപോലെ തന്നെ ഭാര്യ എന്ന നിലയിൽ നമ്മുടെ നന്ദ വൻ പരാജയമാണെന്ന് ഗൗതത്തിനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒരു രീതിയിലും നന്ദയെ ജീവിക്കാൻ പിങ്കി അനുവദിക്കില്ല എന്നെന്തോ പ്രതിജ്ഞ എടുത്തതുപോലെയാണ് അവിടുത്തെ കാട്ടായങ്ങളും കാര്യങ്ങളും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുമ്പോൾ അങ്ങനെ നന്ദയ്ക്കിട്ടുള്ള പണിയായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നടക്കുക. എന്നാലും ഒരു സമാധാനവും ആർക്കും കൊടുക്കില്ല എന്നുള്ളൊരു ഇതില് അങ്ങനെ ഈ ഒരു പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ഗൗതം ഭയങ്കരമായിട്ടങ്ങ് മാനസികമായിട്ടങ്ങ് എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് നാണം കെട്ടു. പിങ്കിയുടെ മുന്നിൽ വാക്കുകൾ കിട്ടാതെ നാണം കെട്ട് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഗൗതത്തിന് അത് ഭയങ്കരമായിട്ടങ്ങ് വിഷമമായി. ഈ സമയത്ത് പിങ്കി പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചനയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഗൗതം അവിടെ ഇരിക്കുക. അപ്പൊ ഗൗതം അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ അതുവഴി വന്നു കഴിഞ്ഞപ്പോൾ നന്ദ ഗൗതത്തിനോട് സാർ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി സംസാരിക്കാൻ ശ്രമിക്കുക. പക്ഷെ അതിന് ഗൗതം നിന്നു കൊടുക്കുന്നില്ല. ഗൗതം അന്നേരം പറയണത്, എന്നോട് ഒന്നും സംസാരിക്കേണ്ട, താൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. താൻ ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് ഇന്ന് പിങ്കിയുടെ മുന്നിൽ ഒന്നും അല്ലാതായി ഞാൻ നിന്നു പോയെന്നും അതുപോലെ തന്നെ പിങ്കിക്ക് മുന്നിൽ എനിക്ക് ഒരു വിലയും ഇല്ലാതായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. താൻ ഒരാൾ കാരണമാണ് ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വന്നതെന്നും തനിക്ക് വേണ്ടി ഞാൻ ഇതുപോലെ അവളുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ ഇങ്ങനെ ആ ഒരു ഫൈറ്റിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലും താൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് താൻ നിൽക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം സാർ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നന്ദ പറയുന്നുണ്ട്. പക്ഷെ എവിടെന്ന് പിങ്കിയുടെ മുന്നിൽ നാണം കെട്ട് പോയി എന്നുള്ള ആ ഒരു ഇതാണ് ഗൗതത്തിന് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ നന്ദയ്ക്ക് പറയാനുള്ളതോ അല്ലെങ്കിൽ നന്ദയുടെ ഭാഗം കേൾക്കാനോ ഒന്നും തയ്യാറാകാതെ നന്ദയെ അവിടെ നിന്ന് പറഞ്ഞു വിടുക ഗൗതം. അപ്പൊ അതും പറഞ്ഞ് ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നന്ദയുടെ മുഖത്ത് പോലും നോക്കാതെ ഇരിക്കുന്നു. ഈ സമയത്ത് ആകെ വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയും ആകെ സങ്കടപ്പെട്ടിരിക്കാട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പിങ്കി ഈ ഗൗതത്തിന്റെ അടുത്തേക്ക് വന്നു. ഗൗതത്തിന്റെ അരികിലേക്ക് വന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇവരെ തമ്മിൽ തെറ്റിക്കാനായിട്ട്. അപ്പോൾ ഈ മോഹിനിയും അതുപോലെ തന്നെ പവിത്രയും ഇവരെല്ലാവരും കൂടെ അടുത്ത ഗൂഢാലോചന നടത്തി പിങ്കി പിരികേറ്റി വിട്ടിരിക്കുന്നത്. അത് അങ്ങനെ പിരികേറ്റി വിട്ടപ്പോൾ അതിന്റെ ഇരട്ടി പവറോടുകൂടി ഗൗതത്തിന്റെ മുന്നിൽ വന്ന് ആഞ്ഞടിക്കുന്നു പിങ്കി. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഗൗതത്തെ ഇങ്ങനെ വളരെ ഇതാക്കിക്കൊണ്ട് സംസാരിക്കുവാണ് ഈ പുള്ളിക്കാരി. അപ്പോഴേക്കും നമ്മുടെ നന്ദ അവിടെ നിന്ന് ഇത് കേട്ടോണ്ട് വന്നു. അപ്പൊ നന്ദയ്ക്ക് മനസ്സിലായി ഇവളിട്ട് ഇങ്ങനെ പിരികേറ്റിയിട്ടാണ് ഗൗതം തന്നോട് ആ രീതിയിൽ സംസാരിച്ചത്. അല്ലെങ്കിൽ ഗൗതം സാറിന് തന്നോട് യാതൊരു പിണക്കമോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനെല്ലാം കാരണക്കാരി പിങ്കിയാണെന്ന്. അപ്പൊ പിങ്കി ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി
നമ്മുടെ നന്ദയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യവും സങ്കടവും കലിപ്പും ഒക്കെ കൂടെ കയറി ഇങ്ങനെ വരിക. നന്ദ ഒന്ന് മനസ്സ് വെച്ചാൽ പിങ്കിക്കിട്ടുള്ള പണി ഇട്ടിവെട്ട് പണിയായിട്ട് തിരിച്ചു വരും, അത് വേറൊരു സത്യം. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും മനസ്സ് വേദനിച്ചുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പം നന്ദ ഇത് കേട്ടു എന്നുള്ളത് ഗൗതം കണ്ടു. അപ്പം നന്ദയ്ക്ക് അത് ശരിക്കും ഫീലായി എന്നും ഗൗതത്തിന് മനസ്സിലായി. അങ്ങനെ സങ്കടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്തടിക്കുന്ന രീതിയിൽ ഒരു ഇതാക്കിയിട്ടാണ് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോയത്. അപ്പോഴേക്കും പിങ്കി കണ്ടില്ല ഗൗതം, അവള് വന്ന് നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നത് കണ്ടില്ലേ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അത് മര്യാദയാണോ? എന്തൊക്കെയാണോ പറയാവുന്നത് അതെല്ലാം പറയുന്നു. എന്നാൽ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ അറിയാമെന്നൊരു വാക്ക് ഈ പറയുന്ന ഗൗതം ഇട്ട് പറയണമില്ല. ഇതെല്ലാം കണ്ടും കേട്ട് നമ്മുടെ നന്ദ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയും കാര്യങ്ങളും ഒക്കെ അതൊക്കെ വിട്ടുപോകുന്നു. അതുപോലെയാണ് പിങ്കി അവിടെ കിടന്നിപ്പോൾ കളിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് പിങ്കിയാണ് സ്റ്റാർ ആകാനായിട്ട് ഉള്ള സാധ്യത കൂടുതൽ. കാരണം നന്ദ താൻ എവിടേക്ക് പോയി എന്ന് ഗൗതത്തിനെ ബോധ്യപ്പെടുത്തുന്നത് വരെ പാവം നന്ദ കുറ്റക്കാരി തന്നെയായിരിക്കും. എന്നാൽ നന്ദയ്ക്ക് പറയാനുള്ളതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഇന്നതാണ് സാഹചര്യമെന്നൊന്നും മനസ്സിലാക്കാനോ ഗൗതം ഇട്ട് ശ്രമിക്കുന്നുമില്ല. അത് വേറൊരിത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ നന്ദ അമ്മയോട് കാര്യങ്ങൾ പറയാം, അപ്പോൾ മോള് വിഷമിക്കണ്ടെന്നും പറഞ്ഞ് ലക്ഷ്മി അങ്ങനെ സമാധാനിപ്പിക്കുന്നു മരുമകളെ. പക്ഷെ ഗൗതം സാർ ഇങ്ങനെ കാണിക്കുന്നിടത്തോളം അതിൽ ആ ഒരു സങ്കടത്തിൽ നിൽക്കാനല്ലാതെ ആ സങ്കടം മറന്ന് സന്തോഷിക്കാനായിട്ട് ഒരിക്കലും നമ്മുടെ നന്ദയ്ക്ക് കഴിയില്ല. അത് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ലക്ഷ്മി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളിപ്പോൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഇപ്പം എന്തായാലും പിങ്കി പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗതം കേട്ടോട്ടെ. പക്ഷേ മോളുടെ സ്വഭാവവും മോൾ എന്താണെന്നും ഗൗതത്തിന് നന്നായിട്ട് അറിയാം. അത് ഇന്നല്ലെങ്കിൽ നാളെ ഗൗതത്തിന് മനസ്സിലാകും. അപ്പോൾ പിങ്കിയുടെ ഈ ഒരു വല്ലാത്ത സ്വഭാവം അത് മനസ്സിലാക്കിക്കൊണ്ട് മോളോട് ഗൗതം തന്നെ വന്ന് ക്ഷമ പറഞ്ഞോളൂ എന്നും പറഞ്ഞു. അങ്ങനെ എൻ്റെ പൊന്നുമോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ലക്ഷ്മി ഉപദേശങ്ങളായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമാധാന വാക്കുകളായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത്രയും ദിവസം ഗൗതത്തിന് നന്ദ വേണമായിരുന്നു. കൈയൊക്കെ റെഡിയായി എല്ലാം ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നിടത്ത് നന്ദയ്ക്ക് കുറ്റങ്ങളും കുറവുകളും മാത്രം നമ്മുടെ ഗൗതം കണ്ടെത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. See you again. Take care. Bye bye. Good night.